ഹായ് ഹലോ, ഇന്നൊരു കുമ്പളങ്ങ മോരുകറിയാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഒരു ചെറിയ കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയും കൊടുക്കണം. പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ വെന്ത് കിട്ടും. കുമ്പളങ്ങയൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. അതുവരെ അടച്ച് വെച്ച് കൊടുക്കാം. കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചെറിയ പീസസ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം, 2-3 കൊച്ചുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫൈനായിട്ട് അരച്ച് വെക്കാം. ഈ അരപ്പിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരപ്പൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് വെന്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം തൈര് ഉടച്ചത് ചേർക്കാൻ. 1 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായി വന്നാൽ മതിയാവും. ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി ഇത് കട്ടിയാകും. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് പൊട്ടിച്ചു. കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇട്ടത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില ഇടാം. അത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കണം. അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പൊടി. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. അല്പം മുളക് പൊടിയും ചേർത്തു. അതൊന്ന് ഇളക്കി കൊടുത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് ഇളക്കിയെടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിയായ കുമ്പളങ്ങ മോരുകറി റെഡിയാക്കി എടുക്കാം. കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.